ഇന്ന് രാവിലെ സൗഹൃദപരമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു. അവര് രാജ്യത്ത് നടത്തുന്ന ക്യാമ്പയിനല്ലേ, അത് നമുക്ക് നടത്തി കിട്ടും. KC വേണുഗോപാലുമായുള്ളത് തികച്ചും സൗഹൃദപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നോ? നിങ്ങൾക്ക് ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, ഞാൻ എത്തിയില്ലായിരുന്നു. ഇവരോട് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ല. ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? കേട്ടില്ല. കേൾക്കണം. ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സഹോദരി, ഈ ഓവർ സ്മാർട്ട് ആവല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സൂവില്ല കിടന്നപ്പോൾ ഞാൻ ലാസ്റ്റ് വന്നിരുന്നു. അതിനുശേഷം എൻ്റെ ഇത് നോക്കാൻ വേണ്ടി എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, അതിനു വേണ്ടി വന്നതാണ്. ഞങ്ങൾ എത്രയോ കാലം അസംബ്ലിയിലൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. അതിനെന്താ പ്രശ്നം? നിങ്ങൾക്ക് വേറെ വാർത്തകളൊന്നുമില്ലേ? ഒരാളെ കാണാൻ വരുന്നത്, അതെല്ലാം കാണാൻ വരത്തില്ലേ? അതിനൊരു രാഷ്ട്രീയ ഭേദം വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അതാണ് ചോദിച്ചത്. എല്ലാം പറഞ്ഞ് കേട്ടതിന് ശേഷം പിന്നെയും ചോദിക്കാൻ എന്തിനാ? അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് വാർത്തകളൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ? വാർത്താ ദാരിദ്ര്യം ഉണ്ടോ? ഉറപ്പാണ്. അല്ല, എന്തായാലും എന്നെ കാണാൻ ആരെല്ലാം ഇവിടെ വന്നു, ആരെല്ലാം എന്നെ കാണാൻ സുഖമില്ലായിരുന്നു. ഇവിടെ വിവിധ പാർട്ടികളിൽപ്പെട്ടവർ വന്നു, മനസ്സിലായില്ലേ? അത് സ്വാഭാവികമല്ലേ. 10-22 വർഷമായി പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്ന ഒരാളല്ലേ, ഇപ്പോഴും ഉണ്ടല്ലോ. മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനങ്ങളല്ലേ ഒഴിഞ്ഞുള്ളൂ. അതായത് പാർട്ടി സ്ഥാനങ്ങളല്ലേ, അത് മാനദണ്ഡമല്ലേ. ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചതല്ലേ. പക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടല്ലോ. ഏരിയ സമ്മേളനങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിൽ. എല്ലാം പൂർത്തിയായിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല, എല്ലാം ആയിക്കോളും. സാറേ ഒരു കാര്യം, അതായത് ഈ BJP നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് സാറ് അസ്വസ്ഥനാണ്, അതൃപ്തനാണ്. അവരിങ്ങനെ ഇന്നലെ ബിബിൻസി ഹാളിൽ പോയപ്പോൾ ഇങ്ങനൊരു പ്രതികരണം BJP സംസ്ഥാന പ്രസിഡന്റ് ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വസ്ഥതമായ എന്തെങ്കിലും സാറിന്റെ പേര് പറഞ്ഞു തന്നെ അത് പറഞ്ഞിരിക്കുന്നത്, ഈ K. സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ സമാനം പറയണമല്ലോ. അല്ല, K. സുരേന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനാണ് സമാനം പറയണ്ടത്. അതെന്ത് പത്രധർമ്മോ? അതെനിക്ക് മനസ്സിലായില്ല. അത് ഞാനെന്താണ് സമാനം പറയുന്നത്? സാറിന്റെ പേര് പറഞ്ഞതുകൊണ്ട്. എന്റെ പേര് ആരെല്ലാം ലോകത്ത് പറയുന്നുണ്ട്, പൊതുപ്രവർത്തകരല്ലേ. അതിനെന്താ സമാനം പറയുന്ന രീതി നമുക്കില്ലല്ലോ. ഞാൻ ഒന്നാമതേ ഇപ്പൊ അധികമൊന്നും പ്രതികരിക്കാതെ പോലുമില്ല. K. സുരേന്ദ്രൻ പറഞ്ഞു. സാറിന്റെ പാർട്ടിയിലുണ്ടായിരുന്ന വിബിൻസി ബാബുവാണ് അത് പറഞ്ഞത്. സാറും അസ്വസ്ഥനാണെന്ന്. അത് അയാൾ പറഞ്ഞ് ഞങ്ങൾ കേട്ടില്ലേ? ഞാൻ അസ്വസ്ഥനാണെന്നും അയാൾ പറഞ്ഞില്ല. അങ്ങനെ അയാൾ പറഞ്ഞില്ല. ഞാൻ അസ്വസ്ഥനാണെന്ന വാക്ക് അയാൾ പറഞ്ഞിട്ടില്ല. അത് ഭേദഗതി ചെയ്ത് പറയുക. അസംതൃപ്തരെ പാർട്ടിയിൽ ഇനി ഒരുപാട് ഉണ്ട് ആലപ്പുഴയിൽ. അതിന് ഞാനെന്ത് വേണമെന്ന്? നിങ്ങൾ അസംതൃപ്തരെ പോയി കാണുക. എനിക്കെന്തിന്റെ അസംതൃപ്തിയാ? ഞാൻ നിങ്ങളുടെ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകരുടെ രീതിയോട് പൂർണ്ണമായി വിയോജിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് വസ്തുതകളൊന്നുമല്ല അറിയേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്ത കൊടുക്കണം. എനിക്ക് അസ്വസ്ഥത ഉണ്ടാവേണ്ട എന്ത് കാര്യമാണ്? പറ, എന്ത് കാര്യത്തിന്? നിങ്ങൾക്കൊരു വാർത്ത കൊടുക്കണം. CPM-നകത്ത് അസ്വസ്ഥതയാണ്. അയാളങ്ങനൊന്നും പറഞ്ഞില്ല. അസ്വസ്ഥത എന്ന വാക്കല്ല അയാൾ ഉപയോഗിച്ചത്. അയാൾ ഉപയോഗിച്ച വാക്കെന്ന് പറഞ്ഞാൽ എന്റെ സ്ഥിതി കഷ്ടമാണെന്നാണ് പറഞ്ഞത്. അത് അയാൾ പറഞ്ഞല്ലേ, അത് അദ്ദേഹം പറഞ്ഞതല്ലേ. അത് ഞാൻ അദ്ദേഹമായിട്ട് ഏറ്റുമുട്ടണം. സുരേന്ദ്രൻ ഇപ്പം എത്ര പേരെ ഏറ്റുമുട്ടും ഒരു ദിവസം? അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ ഒരു കാര്യം മനസ്സിലായല്ലോ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് എതിരാളികൾ കരുതുന്നു. മനസ്സിലായോ? അതാ രാഷ്ട്രീയം. ഞാൻ പാർട്ടിയിലെ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഇല്ലെന്ന് പറഞ്ഞാൽ ഞാനും കൂടി പാർട്ടി സമ്മേളനത്തിൽ അംഗീകരിച്ചതല്ലേ മാനദണ്ഡം? ആണല്ലോ. അതെ. അപ്പോൾ ഇല്ലെങ്കിലും എൻ്റെ കഴിഞ്ഞ 62 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആ ഒരു രീതി കാണുമ്പോൾ പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കും എല്ലാം എന്നെപ്പറ്റി പറയേണ്ടി വരുന്നു. അതെൻ്റെ ഒരു എന്താ പറയുന്നത് നേട്ടമെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ രാഷ്ട്രീയ ജീവിതം അവർക്ക് അവഗണിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ അർത്ഥത്തോട് വേറെ അർത്ഥത്തോടുണ്ട്. ഈ ബിബിനെ പോലുള്ള ഈ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റൊക്കെ ആയിരിക്കുന്ന ഒരാളുടെ പോക്കെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആലപ്പുഴ പോലുള്ള സീറ്റ്, അതൊക്കെ ജില്ലാ സെക്രട്ടറി മറുപടി പറഞ്ഞു കഴിഞ്ഞു. കൂടുതലൊന്നും പറയാം. ഏരിയ സമ്മേളനത്തിലേക്ക് സാറിനെ വിളിച്ചല്ലോ.